ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ചാക്രിക ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ എതിർവശങ്ങളിലുള്ള തുക 180 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്ക്, ത്രികോണം ഈക്വൽ ടു എന്താണ്? അതായത് എ അല്ലേ, എ പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി, ബി പ്ലസ് ടി ആണെങ്കിൽ 180 ഡിഗ്രി അല്ലേ. ഇനി നോക്ക്, ബാഹ്യകോണം, ഒരു ത്രികോണത്തിന്റെ ബാഹ്യകോണം അല്ലെ, ബാഹ്യ കോണം എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്ക്, എതിർവശത്തെ രണ്ട് ആന്തരിക കോണുകളുടെ തുകയായിരിക്കും. എന്താ സംഭവം? നോക്ക്, ഇതാണ് ഒരു ട്രയാങ്കിൾ വിചാരിക്കുക. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ ഇവിടെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിളില്ലേ, ഇതാണ് ബാഹ്യകോണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും കൂട്ടിയാൽ മതി. അതാണ് എന്ത് ഈ പറയുന്നത്. ഇനി തുല്യ ഞാണുകൾ ഒരേ ചാപം അല്ലേ, അതായത് ഒരേ ഞാണിൽ ചാപത്തിൽ നിൽക്കുന്ന കോണുകൾ തുല്യമാണ്. വളരെ സിമ്പിളാണ്. നോക്ക്, ഒരു സർക്കിൾ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഈ സർക്കിളിൽ ഈ പറയുന്ന എന്താ പറയുക, കുറേ ഇതാണ് ഒരു ചാപം. ഇതിൽ നമ്മൾ ട്രയാങ്കിൾസ് ഇങ്ങനെ ഇത് മീറ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്താണ്, ഇവർ തമ്മിലുള്ള ആംഗിളുകൾ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരു ചാപത്തിൽ 2 or 3 ട്രയാങ്കിളുകൾ ഉണ്ടെങ്കിലും അവരുടെ ആംഗിളുകൾ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ എല്ലാത്തിനും 30, ഇവിടെ 40 ആണെങ്കിൽ എല്ലാത്തിനും 40. ഓക്കെ, അങ്ങനെ. ഇനി നോക്ക്, മുറിച്ച് കടക്കുന്ന ഞാണുകൾ അല്ലേ, രണ്ട് ഞാണുകൾ ഒരേ വൃത്തത്തിനുള്ളിൽ മുറിച്ച് കടക്കുമ്പോൾ അതിൻ്റെ കോണം അല്ലേ, അതിൻ്റെ കോൺ ആംഗിൾ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു അല്ലേ, അര ഇൻറ്റു മുറിച്ച് കടക്കുന്ന ചാപങ്ങളുടെ തുക അല്ലേ. മുറിച്ച് കടക്കുന്ന ചാപങ്ങളുടെ ഒരു എന്താണ്, മുറിച്ച് കടക്കുന്ന ചാപങ്ങളുടെ തുക കൂട്ടിയിട്ട് അര ചെയ്താൽ മതി. ഇനി ഒരു ചാപത്തിൻ്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഇൻറ്റു 2πr ചെയ്താൽ മതി. ഇനി ത്രികോണ നിർമ്മാണം അല്ലേ, തന്നിരിക്കുന്ന കോണുകളുടെ എത്ര എടുക്കണം? ഇരട്ടി എടുക്കണം അല്ലേ. തന്നിരിക്കുന്ന കോണുകളുടെ എത്ര എടുക്കണം? ഇരട്ടി എടുക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. അതായത് ഇതൊരു ട്രയാങ്കിൾ, ഇവിടെ ഈ ഒരു സർക്കിളിൽ നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് വിചാരിക്കുക. 20 ഡിഗ്രി 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അതിൻ്റെ ഇരട്ടി. 20നെ 80 20നെ 40 എടുക്കുക. ഈ പറയുന്ന എന്താ പറയുക, 40നെ നമ്മൾ എന്തായിട്ട് എടുക്കും? 80 എടുക്കും. 40നെ നമ്മൾ എത്രയായിട്ട് എടുക്കും? 80 എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് കോമ്പസ് ഇവിടെ വെച്ചിട്ട് എവിടെയാണോ ഇങ്ങോട്ട് ആംഗിൾ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സർക്കിളിൻ്റെ അറ്റത്തേക്ക് വരയ്ക്കുക. അതുപോലെ അത് കഴിഞ്ഞ് ഇവിടെ പ്രൊട്ടാക്ടർ ഇട്ട, കോമ്പസ് അല്ല പ്രൊട്ടാക്ടർ വയ്ക്കുക. എന്നിട്ട് ഇവിടെ പ്രൊട്ടാക്ടർ വെച്ചിട്ട് ഈ പറയുന്ന ഇവിടെ ഏതാണോ ആംഗിൾ വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇതിൽ മുട്ടണ്ട കേട്ടോ, ഇവിടം വരെ പോയാൽ മതിയേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന സാധനങ്ങൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ ട്രയാങ്കിൾ കിട്ടി. ഇവിടെ ആ ഒരു ഇരട്ടിയായി വന്ന ആംഗിളുകൾ മെൻഷൻ ചെയ്താൽ മതി. ഈ മറ്റേ ഇരട്ടിയല്ലാത്ത ആംഗിൾ താഴെയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം ക്ലിയർ. ഓക്കെ.